ഒരു 10-35 പ്രേമം, 4 ചെറിയ ചെറിയ പീഡനങ്ങൾ. ദൈവം കാക്കട്ടെ. ഓ എന്നെ ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. അതെന്താ? ഒട്ടകം ഞങ്ങളുടെ ദേശീയ പക്ഷിയാണ്. ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? എനിക്കത് പഠിക്കേണ്ടി വന്നു. അതല്ലേ ഞാൻ പറഞ്ഞത്, ബാറിലെ വെള്ളമൊന്നും. പക്ഷെ ചേട്ടനൊന്ന് മനസ്സിലാക്കണം, ഈ ആണുങ്ങളെ പറ്റിക്കുന്ന കാര്യത്തിൽ അല്ല, നിങ്ങൾ എന്നെ മുറുക്കെ പിടിച്ചില്ലെങ്കിലേ ഇരിക്കാൻ പോലിക്കളയാൻ ഇയാൾ പിടിക്കൂ, എല്ലാരും പിടിക്കൂ, ആത്മാർത്ഥം പിടിക്കൂ. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഈ വയറിന്റെ ഇടതു ഭാഗത്തായിട്ട് കറുത്ത മൃഗങ്ങൾ വെളുത്ത ചേച്ചിയാണ് ഈ കുട്ടിയുടെ മമ്മി? ബോധമില്ലാണ്ട് ഐസിയിൽ 3 ദിവസം, പിന്നെ വാർഡിൽ 1, 2, 3, 4 എന്നെ എത്തിയില്ല. ചേട്ടന്റെ ബാഗിൽ എഴുതിയിട്ടുണ്ടാവോ? അതൊന്നും കത്തിച്ചിട്ട് ഇല്ല. ഇനിയൊരു എടാ കൂടത്തിൽ ചെന്ന് ചാടി കളയാനുള്ള ബ്ലഡ് ഈ ബോഡിയിൽ ഇല്ലാതായി പോയില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പി മീൻ. പോടാ, ഊർ പോയി ഇംഗ്ലീഷ് അറിയില്ല എന്നിട്ട് സ്പീച്ച് അങ്ങ് വന്നിരിക്കുന്നു. മലയാളീസ്. 1 മിനിറ്റ്. എന്താ കുട്ടിയുടെ പേര്? യുവർ ഫോൺ നമ്പർ? മലയാളീസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ദുബായിൽ കൂലിപ്പണിയാണെന്ന്. അതുകൊണ്ട് എന്റെ മാങ്കിലും നടക്കുന്നില്ല. കാലഘട്ടത്തിൽ ഒരുമാതിരി പെറ്റിപൂശയെ പോലെ താല്പര്യമാറരുത്. തീർച്ചയായും. ഈശ്വര തലയിലായോ? അവിടെ വിളിച്ചാലും സുമി വരുമോ? ഹസ്ബൻഡോടും കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ. നീ എന്റെ പ്രാർത്ഥന കേട്ടു. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനേനുമാണ്. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ തെറ്റാണോ? തെറ്റാണോ? ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിനക്ക് പാടാൻ അറിയോ? അറിയൊന്നു. എന്റെ കാശ് വല്ലതും ഉണ്ടാടാ? എന്റെ കാശ് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ അറിയിക്കാതെ ഞാൻ കടയിൽ പോയി വല്ലതും കഴിച്ചേനെ. ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? എനിക്കത് പഠിക്കേണ്ടി വന്നു. എന്താ തന്റെ പേര്? ചന്തു. എന്നിട്ടിപ്പോൾ വന്നിരിക്കുന്നു അച്ഛനാണെന്ന് പറഞ്ഞ്. അച്ഛനാണത്രേ അച്ഛൻ. തിരിച്ചു വന്നിട്ടില്ല. എന്തിന്? നാളെ നിങ്ങൾ എന്നെയും മറന്നു എന്ന് പറയില്ലേ?